ഈ അധ്യക്ഷവേദിയിലുള്ള ജസ്റ്റിസ് സോഫി തോമസ്, ജസ്റ്റിസ് എബ്രഹാം മാത്യു, സീനിയേഴ്സായിട്ടുള്ള മറ്റ് അഭിഭാഷകർ, മറ്റ് മഹത്തുക്കൾ, നിങ്ങൾക്കേവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ശ്രീ എം തോമസ് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ളൊരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിൽ ഇവിടെ വന്നത്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രഗത്ഭരായ നേതാക്കന്മാരെല്ലാം അഭിഭാഷകരായിരുന്നു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയത്. മഹാത്മാഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ പോയ സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസുള്ള അഡ്വക്കേറ്റായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ആകെ മാറ്റിമറിച്ച ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ മഹാത്മാഗാന്ധി അദ്ദേഹം കേട്ടു. പിന്നീട് സമര പോരാളിയായി രംഗത്ത് വന്നു. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, അതാണ് സമൂഹത്തെ നിലനിർത്തുന്നത്. ആ രംഗത്തുള്ള അഭിഭാഷകർക്ക് ഈ വലിയ പങ്ക് സമൂഹത്തിനുണ്ട്. തൊടുപുഴയിൽ ഒട്ടേറെ പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സുണ്ട്. അത് ഏറ്റവും ആദരണീയരായ അഡ്വക്കേറ്റ്സിൽ ഒരാളാണ് ശ്രീ എം തോമസ്. അദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇക്കാലം അത്രയും പ്രവർത്തിക്കാൻ കഴിഞ്ഞ വലിയ ദൈവാനുഗ്രഹമാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വീണ്ടും അദ്ദേഹത്തെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തുവെന്ന് അറിയും. അതുകൊണ്ട് ഇനിയും നീണ്ട കാലം പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എം തോമസിനും കുടുംബത്തിനും എല്ലാ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ചുരുക്കും.